നികിട്ടവും നീചവുമായ പ്രവർത്തനങ്ങൾക്ക് കൂട്ടുനിൽക്കില്ല. ഈ ഭൂമിയിൽ ജീവിക്കുന്ന മനുഷ്യരെ സംബന്ധിച്ചിടത്തോളം കേരളമായാലും നമ്മ ഇന്ത്യ മഹാരാജ്യമായാലും രാജ്യത്ത് ജീവിക്കുന്ന മനുഷ്യർക്ക് അനിവാര്യമായും ലഭിക്കേണ്ട നീതിയുണ്ട്, അവകാശങ്ങളുണ്ട്. അവകാശങ്ങൾക്ക് വേണ്ടിയും നീതിക്ക് വേണ്ടിയുമുള്ള പോരാട്ടങ്ങൾ സമൂഹത്തിൽ അതാത് കാലങ്ങളിൽ രാജ്യത്ത് ജീവിക്കുന്ന മനുഷ്യരുടെ ഭാഗത്തുനിന്ന് ഉണ്ടാകേണ്ടതാണ് എന്നത് ഭരണഘടന തന്നെ നൽകുന്ന ഒരു സന്ദേശമാണ്. അതിലപ്പുറം സാമൂഹിക സംവിധാനങ്ങൾക്കൊപ്പം ചേർന്നുകൊണ്ട് നമ്മുടെ രാജ്യത്ത് അനീതിയോ അവകാശ നിഷേധങ്ങളോ ഉണ്ടാകുമ്പോൾ അതിനെതിരെ ന്യായമായും മാന്യമായും ശബ്ദിക്കുക എന്നതിലപ്പുറം ഈ സമരം ഗവൺമെൻറ്റിനോടുള്ള സമരമല്ല, ഈ സമരം മറ്റു മതവിശ്വാസികളോടുള്ള സമരമല്ല, മറിച്ച് സ്വന്തത്തിൽ നിന്ന് തിന്മയെ പറിച്ചു മാറ്റിയിട്ട് അഹങ്കാരത്തിൻ്റെയും പൊങ്ങച്ചത്തിൻ്റെയും സ്വാർത്ഥതയുടെയും ആസക്തികളുടെയും വേരുകൾ നമ്മുടെ മനസ്സിൻ്റെ ഉള്ളറകളിൽ അള്ളിപ്പിടിച്ചിട്ടുണ്ട് എങ്കിൽ അതിനെ പിഴുതുമാറ്റുക എന്ന ഏറ്റവും ഉജ്ജ്വലമായ ഒരു സമര മാതൃകയാണ്, ഒരു സമര സന്ദേശമാണ് സംഘടന. സമരമാണ് ജീവിതം എന്ന സന്ദേശത്തിലൂടെ, പ്രമേയത്തിലൂടെ ഈ സമൂഹത്തിൻ്റെ മുമ്പിൽ സമർപ്പിക്കുന്നത്. എങ്ങനെയാണ് നമ്മൾ അഹങ്കാരിയാകുന്നത്? ഈ പ്രപഞ്ചത്തിൻ്റെ ഒരു പടച്ചവനുണ്ട്, നമുക്കൊരു യജമാനനുണ്ട്, നമുക്ക് വെള്ളം നൽകുന്നവൻ, നമുക്ക് ഭക്ഷണം നൽകുന്നവൻ, ശ്വസിക്കാൻ വായു നൽകുന്നവൻ, നമ്മുടെ സുഖജീവിതങ്ങൾ തരപ്പെടുത്തി തരുന്നവൻ, നമ്മെ എല്ലാ നിമിഷങ്ങളിലും എല്ലാ സമയത്തും നിരീക്ഷിക്കുന്ന ഇലാഹായ യജമാനനായ അള്ളാഹു. ആ അള്ളാഹുവിനോടുള്ള കടപ്പാടാണ് മുസ്ലിങ്ങളായ സത്യവിശ്വാസികളായ നമ്മെ സംബന്ധിച്ചിടത്തോളം നമുക്കുള്ളത്. ആ കടപ്പാടിൽ നിന്നാണ് നമ്മൾ സമരം തുടങ്ങേണ്ടത്. ആ സമരം അള്ളാഹുവിനെക്കുറിച്ചുള്ള ബോധക്കുറവും അള്ളാഹുവിനോടുള്ള ധിക്കാരവും പടച്ചറബിനോടുള്ള പ്രതിബദ്ധതയുടെ കുറവും നമുക്കുണ്ട് എങ്കിൽ ആ കുറവിൻ്റെ ഭാഗമാണ് നമ്മിൽ അസൂയയും അഹങ്കാരവും പൊങ്ങച്ചവും ഗർവും ധിക്കാരവും ഒക്കെ അള്ളിപ്പിടിച്ച് കയറുന്നത്. തീർച്ചയായും ലാ ഇലാഹ ഇല്ലല്ലാഹു, ഇവിടെ വലിയവൻ അള്ളാഹു മാത്രമാണ്, അധികാരി അള്ളാഹു മാത്രമാണ്. ഞാനിത് സൂചിപ്പിക്കുന്നത് സർവാധികാരം ഒരു സത്യവിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം ഒരു ജനാധിപത്യ രാജ്യത്തിലുള്ള അധികാര വ്യവസ്ഥയെക്കുറിച്ചല്ല ഞാൻ പറയുന്നത്. ഒരു സത്യവിശ്വാസിയുടെ മനസ്സിലുണ്ടാകേണ്ടത് അലൈസല്ലാഹു ബിഅഹ്കമിൽ ഹാക്കിമീൻ, നമുക്ക് വിവരം കൊണ്ട് അഹങ്കരിക്കാൻ കഴിയില്ല. വഫൗക കുല്ലി ദി ഇൽമിൻ അലീം, എല്ലാ അറിവുള്ളവരുടെയും മുകളിൽ അറിവുള്ളവനായി അല്ലാഹു ഉണ്ട്. ഇന്നല്ലാഹ അലാ കുല്ലി ഷൈഇൻ ഖദീർ, മുഴുവൻ കഴിവുള്ളവരുടെയും മുകളിൽ കഴിവുള്ളവനായി അല്ലാഹു ഉണ്ട്. എല്ലാത്തിൻ്റെയും മുകളിൽ യജമാനനായ അല്ലാഹുവാണ് എങ്കിൽ ആ അള്ളാഹുവിൻ്റെ കഴിവും അവൻ്റെ വലുപ്പവും അവൻ്റെ ഗാംഭീര്യവും ഉൾക്കൊള്ളുന്ന ഒരു മനുഷ്യന് അഹങ്കാരിയാകാൻ കഴിയില്ല, അവന് സ്വാർത്ഥതയുണ്ടാകുകയില്ല. കാരണം അള്ളാഹുവാണ് അടിമകളോട് കരുണ കാണിക്കുന്നവൻ, അടിമകളോട് കരുണ കാണിക്കുന്നവൻ അള്ളാഹുവാണ്. നിങ്ങൾ പരസ്പരം കരുണ കാണിക്കുന്നില്ലെങ്കിൽ നിങ്ങളോട് കരുണ കാണിക്കേണ്ട യജമാനനായ അള്ളാഹു നിങ്ങളെ തിരിഞ്ഞു നോക്കില്ല എന്ന് പരിശുദ്ധ ഇസ്ലാം നമ്മെ പഠിപ്പിക്കുന്നുണ്ട്. തീർച്ചയായും ഈ ആശയം നമ്മൾ അടിച്ച് കയറ്റേണ്ടത്, നമ്മൾ അടിച്ച് സമർത്ഥിക്കേണ്ടത്, നമ്മുടെ ഉള്ളിലേക്ക് ആവാഹിക്കേണ്ടത് നമ്മുടെ ആത്മസമരത്തിൻ്റെ ശക്തിയിൽ നിന്നാണ്. ആ ആത്മസമരത്തിൻ്റെ ആഹ്വാനമാണ്, സമരമാണ് ജീവിതം എന്ന സന്ദേശത്തിലൂടെ SSF എന്ന് പറയുന്ന ഐതിഹാസികമായ സുന്നി വിദ്യാർത്ഥി പ്രസ്ഥാനം ഈ സമൂഹത്തോട് പറയുന്നത്. രണ്ടാമതായി ഒരു സമരവും കൂടി നമുക്ക് ഏറ്റെടുക്കേണ്ടതുണ്ട്. ആ സമരം മറ്റൊന്നുമല്ല, തിന്മകളെ നിർമ്മാർജ്ജനം ചെയ്യാൻ വേണ്ടിയുള്ള സമരമാണ്. അതും പരിശുദ്ധ ഇസ്ലാം നമ്മെ പഠിപ്പിച്ചതാണ്. മൻ റആ മിൻകും മുൻകറൻ ഫൽയുഗയ്യിറുഹു ബിയദിഹി ഫഇല്ലം യസ്തതി ഫബിലിസാനിഹി വഇല്ലം യസ്തതി ഫബിഖൽബിഹി വദാലിക അദ്അഫുൽ ഈമാൻ. തിന്മ കാണുമ്പോൾ ആ തിന്മയെ നിങ്ങൾ എങ്ങനെയാണ് പ്രതിരോധിക്കേണ്ടത്, അതാത് കാലങ്ങളിൽ തിന്മയെ പ്രതിരോധിക്കേണ്ട വിധം എങ്ങനെയാണ് എന്ന് മഹാന്മാരായ പണ്ഡിതന്മാർ പൂർവ്വകാലം മുതൽക്ക് തന്നെ നമുക്ക് പഠിപ്പിച്ചു തന്നിട്ടുണ്ട്. തിന്മയെ പ്രതിരോധിക്കേണ്ടതിൻ്റെ രീതി ഇദ്ഫഅ ഹിയ അഹ്സൻ, നന്മ കൊണ്ട് പ്രതിരോധിക്കുക എന്നതാണ്. നന്മയുടെ പക്ഷത്ത് നിന്ന് മാന്യമായ രീതിയിൽ തിന്മയോട് പ്രതികരിക്കുക. അവിടെ രക്തരൂക്ഷിതമായ വിപ്ലവത്തിന് പ്രസക്തിയില്ല, അവിടെ തോക്കിൻ കുഴലുകൾക്ക് പ്രസക്തിയില്ല, അവിടെ ആയുധങ്ങൾക്കും ഖടാരികൾക്കും പ്രസക്തിയില്ല, അവിടെ ബോംബുകൾക്ക് പ്രസക്തിയില്ല. മറിച്ച്
നമ്മുടെ സമൂഹത്തിൽ അള്ളിപ്പിടിക്കുന്ന തിന്മകളോട് മാന്യമായി സ്നേഹത്തിൻ്റെ പക്ഷത്ത് നിന്നുകൊണ്ട് പ്രതികരിക്കുവാനാണ് പരിശുദ്ധ ഇസ്ലാം നമ്മെ പഠിപ്പിക്കുന്നത്. ഉൻസുർ അഖാക ലാലിമൻ ഔ മദ്ലൂമ. മഹാനായ സയ്യിദുനാ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിച്ചു, നിന്റെ സഹോദരനെ നീ സഹായിക്കണം. അവൻ അക്രമിയായാൽ സഹായിക്കണം, അക്രമിക്കപ്പെട്ടവനായാലും സഹായിക്കണം. മഹാന്മാരായ സ്വഹാബികൾ പഠിപ്പിച്ചു, നബി തങ്ങളോട് ചോദിച്ചു, ഹബീബേ, ഒരു മർദ്ദിതനെ സഹായിക്കണമെന്ന് പറഞ്ഞാൽ ഞങ്ങൾക്കത് മനസ്സിലാകുന്നുണ്ട്, എന്നാൽ ഒരു മർദ്ദകനെ, ഒരക്രമിയെ എങ്ങനെ സഹായിക്കണം, ഇതിൻ്റെ അർത്ഥം, അതിൻ്റെ പൊരുൾ ഞങ്ങൾക്ക് മനസ്സിലാകുന്നില്ല. ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു കൊടുത്തു, തീർച്ചയായും അക്രമം പ്രവർത്തിക്കുന്ന ഒരു മനുഷ്യനോട് നിങ്ങൾ ചെയ്യേണ്ട സഹായം, ആ മനുഷ്യനോട് നിങ്ങൾ ചെയ്യേണ്ട സഹായം അക്രമത്തിന് കൂട്ടുനിൽക്കുന്ന, അക്രമത്തിന് ഒരുങ്ങി നിൽക്കുന്ന, വാളേന്തി നിൽക്കുന്ന, തോക്ക് ചൂണ്ടി നിൽക്കുന്ന, മിസൈലുകൾ പിടിച്ചു നിൽക്കുന്ന, ബോംബുകൾ ഉണ്ടാക്കുന്നവരെ അതിൽ നിന്ന് പിന്തിരിപ്പിക്കുക എന്ന സമരമാണ്. അരുത്, അത് നിങ്ങൾ ചെയ്യരുത് എന്നാണ്. SSF തിന്മക്കെതിരെ നടത്തുന്ന സമരവും യഥാർത്ഥത്തിൽ തിന്മ പ്രവർത്തിക്കുന്നവരോട് അരുത് എന്ന് പറയുന്ന സമരമാണ്. മൗനവും ഒരു സമരമാണ്, ശബ്ദവും ഒരു സമരമാണ്. പ്രതികരിക്കേണ്ടവരോട് മാന്യമായ വിധത്തിലുള്ള പ്രതികരണം യഥാർത്ഥത്തിൽ അതൊരു സമരമാണ്. ഈ സമരത്തിൻ്റെ സാമൂഹികമായ തലമാണ് ആത്മസമരത്തിൻ്റെ പിന്നാലെ ഈ സംഘടന ഏറ്റെടുക്കുന്നത്. ഞാൻ ദീർഘിപ്പിക്കുന്നില്ല. അത്തരം ഒരു സമരത്തിൻ്റെ സാഹചര്യം നമ്മുടെ ചുറ്റുപാടുകളിൽ ഉണ്ട് എന്ന കാര്യം തീർച്ചയാണ്. അത് മറ്റൊന്നുമല്ല, അരാഷ്ട്രീയവൽക്കരിക്കപ്പെട്ട ഒരു യൗവനമാണ് നമ്മുടെ സമൂഹത്തിലുള്ളത്. എനിക്ക് എൻ്റെ കാര്യത്തിൻ്റെ അപ്പുറം മറ്റൊന്നിനെക്കുറിച്ചും ചിന്തിക്കേണ്ടതില്ല എന്ന ഒരു നീചമായ ബോധം, അഥവാ സ്വന്തം സുഖത്തെക്കുറിച്ചും ആനന്ദങ്ങളെക്കുറിച്ചും മാത്രം ചിന്തിക്കുന്ന ഒരു സമൂഹം നമുക്കിടയിൽ വർദ്ധിച്ചു കൊണ്ടിരിക്കുകയാണ്. അവർക്ക് അച്ഛനോടോ അമ്മയോടോ ഗുരുക്കന്മാരോടോ അയൽവാസികളോടോ സഹജീവികളോടോ പ്രകൃതിയോടോ വെള്ളത്തോടോ വായുവിനോടോ ഒന്നും അവർക്ക് പ്രതിബദ്ധതയില്ല. അവർക്ക് പ്രതിബദ്ധത സ്വന്തത്തോട് മാത്രമാണ്. ഈ സ്വാർത്ഥത മൂത്ത മനുഷ്യൻ, അവരിൽ നിന്നാണ് അരാഷ്ട്രീയവൽക്കരിക്കപ്പെട്ട ഒരു സമൂഹം ഉണ്ടാകുന്നത്. നമ്മുടെ ചുറ്റുപാടുകളിൽ ഒരുപാട് ചെറുപ്പക്കാർ വൈറ്റ് കോളർ സംസ്കാരം അവരെ വേട്ടയാടിയതിൻ്റെ പിന്നാലെയല്ലേ യഥാർത്ഥത്തിൽ ഇന്ത്യ മഹാരാജ്യത്ത് എവിടെ നോക്കിയാലും ഇന്ന് തൊഴിൽ രഹിതരുടെ എണ്ണം കൂടിക്കൊണ്ടിരിക്കുകയാണ്. എങ്ങനെയാണ് സമൂഹത്തിൽ തൊഴിൽ രഹിതരുടെ എണ്ണം കൂടുന്നത്? തൊഴിൽ രഹിതരുടെ എണ്ണം കൂടുന്നത് നിശ്ചിത തൊഴിലുകൾ മാത്രമേ ഞങ്ങൾ എടുക്കൂ എന്ന അത്തരം ഒരു ബോധം അവരെ വേട്ടയാടിയത് കൊണ്ടാണ്. ഈ പ്രപഞ്ചം വിശാലമാണ്, നമ്മുടെ ഭൂമി വിശാലമാണ്. ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം അവനെ നിർവഹിക്കേണ്ട സമരങ്ങൾ, പ്രവർത്തനങ്ങൾ, അവൻ്റെ അധ്വാനങ്ങൾ, അതിന് വിസ്തൃതവും വിശാലവും വ്യക്തവുമായ ഒരു സാഹചര്യം അവൻ്റെ മുൻപിലുണ്ട്. അതേ സ്ഥാനത്ത് സ്വന്തം ആരോഗ്യത്തെക്കുറിച്ചും സ്വന്തം ആരോഗ്യത്തെക്കുറിച്ച് സ്വപ്നം കാണുന്ന ചെറുപ്പക്കാർ ഇന്ന് ജിംനേഷ്യങ്ങളെ യഥാർത്ഥത്തിൽ അവലംബിക്കുകയാണ്. വൈകുന്നേരങ്ങളിൽ ജിംനേഷ്യങ്ങളിൽ 6 പാക്ക് സ്വപ്നം കണ്ടുകൊണ്ട് ബോഡി ഫിറ്റ്നസിന് വേണ്ടി മണിക്കൂറുകൾ ചിലവഴിക്കുന്ന ഈ ചെറുപ്പക്കാർ നടത്തുന്ന ഊർജ്ജ നഷ്ടം അതൊരു ദേശീയ നഷ്ടമോ അതല്ലെങ്കിൽ ഒരു ആഗോള നഷ്ടമോ അല്ലേ എന്ന് നിങ്ങൾ ചിന്തിക്കുക. പ്രഭാത സവാരിക്കിറങ്ങുന്ന ചെറുപ്പക്കാർ, പ്രായമുള്ളവർ പോകട്ടെ, പ്രഭാത സവാരിക്കിറങ്ങുന്ന ചെറുപ്പക്കാർ, ആ ചെറുപ്പക്കാർക്ക് വിറക് വെട്ടുന്ന, കല്ല് കൊത്തുന്ന, അതല്ലെങ്കിൽ നിർമ്മാണ പ്രവർത്തനങ്ങൾ നടത്തുന്ന, വീട്ടുജോലി ചെയ്യുന്ന ഉമ്മയെയോ അച്ഛനെയോ ഉപ്പയെയോ അവർ സഹായിക്കുകയാണ് എങ്കിൽ ഈ ഊർജം അവർക്ക് ഫലപ്രദമാകും. പക്ഷേ ഫലപ്രദമായ ഊർജത്തെക്കുറിച്ചല്ല ചിന്തിക്കുന്നത്. വിയർക്കുക എന്ന് പറയുന്നത്, വിയർപ്പിൻ്റെ ഗന്ധം എന്ന് പറയുന്നത്, അതുപോലെ ശരീരത്തിലും വസ്ത്രത്തിലും ചെളിയാവുക എന്ന് പറയുന്നത് അത് അമാന്യമാണ്, മാന്യതയില്ലാത്ത പ്രവർത്തനമാണ് എന്ന് ചിന്തിക്കുന്ന ഒരു രാഷ്ട്രീയം, അങ്ങനെ ചിന്തിക്കുന്ന ഒരു പ്രത്യേകമായ വിചാര അവസ്ഥ, ഒരു ഗതി നമ്മുടെ സമൂഹത്തെ വേട്ടയാടിക്കൊണ്ടിരിക്കുന്നു. ഈ സമൂഹത്തെ നോക്കിക്കൊണ്ടാണ്, ഈ ചെറുപ്പക്കാരെ നോക്കിക്കൊണ്ടാണ് നിങ്ങൾ അധ്വാനിക്കണം, നിങ്ങൾ പരിശ്രമിക്കണം, നിങ്ങൾ പണിയെടുക്കണം, നിങ്ങളുടെ ബുദ്ധി കൊണ്ടും തൻ്റെ ഇടം കൊണ്ടും നിങ്ങളുടെ ആരോഗ്യം കൊണ്ടും സമയം കൊണ്ടും സമ്പത്ത് കൊണ്ടും നിങ്ങൾ പരിശ്രമിക്കണമെന്ന്
പരിശ്രമമാണ്, അധ്വാനമാണ് ജീവിതം എന്ന ഈ സന്ദേശം SSF എന്ന് പറയുന്ന ഈ ഐതിഹാസിക പ്രസ്ഥാനം മുന്നോട്ട് വെക്കുന്നത്. നമുക്കറിയാം ഈ സമരോത്സുകമായ സാഹചര്യം, ഇന്ത്യ മഹാരാജ്യം ഇനി ലോകത്ത് എവിടെ നോക്കിയാലും ഒരു മാറ്റങ്ങൾക്ക് വേണ്ടി. എന്താണ് ആ മാറ്റം? നമ്മൾ നന്നാവുക എന്നതാണ്. നമ്മൾ നന്നാവുക എന്നതാണ്. ആ നമ്മൾ നന്നാകുക എന്ന അവസ്ഥയിൽ നിന്ന്, നമ്മുടെ നന്മയിൽ നിന്നും നമ്മുടെ മാറ്റങ്ങളിൽ നിന്നുമാണ് സമൂഹത്തിൻ്റെ മാറ്റമുണ്ടാകേണ്ടത്. നമ്മുടെ കുടുംബത്തിൽ നിന്ന്, നമ്മുടെ വീടുകളിൽ നിന്ന്, നമ്മുടെ ഉള്ളറകളിൽ നിന്ന്, നമ്മുടെ അയൽവാസികളിൽ നിന്ന്, നമ്മുടെ സമൂഹത്തിൽ നിന്ന് ഒരു മാറ്റത്തിൻ്റെ മുഴക്കവും ഒരു തിരുത്തും ഉണ്ടാകുകയാണ് എങ്കിൽ തീർച്ചയായും നമ്മുടെ ജീവിതം നന്നാകും, നമ്മുടെ സമൂഹം നന്നാകും. ഈ സന്ദേശമാണ്, സമരമാണ് ജീവിതം എന്ന ആശയം സമൂഹത്തിൽ സമർപ്പിച്ചുകൊണ്ട് ഈ പ്രസ്ഥാനം മുന്നോട്ട് വെക്കുന്നത്. സംഘടനയുടെ ഭരണഘടനയിൽ തന്നെ സൂചിപ്പിച്ച ഒരു കാര്യമുണ്ട്, സമരാഭാസങ്ങളിൽ നിന്ന് വിട്ടുനിൽക്കും. കേരളത്തിൽ 40 കൊല്ലം പ്രവർത്തിച്ച ഈ പ്രസ്ഥാനം തീവ്രവാദത്തിലോ വർഗീയവാദത്തിനോ അതല്ലെങ്കിൽ ആയുധമുണ്ടാക്കിക്കൊണ്ടോ മറ്റേതെങ്കിലും നികിട്ടമായ പ്രവർത്തനങ്ങൾ, അരാജക പ്രവർത്തനങ്ങളിൽ ഏർപ്പെട്ടുകൊണ്ടോ ഈ സമൂഹം അത്തരം ഒരു ദുഷ്പേര് നേടിയിട്ടില്ല എന്ന് നമുക്കറിയാം. തീർച്ചയായും ആ സമര സന്ദേശം, സംഘടന ഉയർത്തിപ്പിടിക്കുന്ന മാന്യമായ സംസ്കാരം ഉയർത്തിപ്പിടിച്ചുകൊണ്ടുള്ള സമര സന്ദേശവുമായി ഇനി നമുക്ക് ജൈത്രയാത്ര തുടരേണ്ടതുണ്ട് എന്ന് മാത്രം പറഞ്ഞു വച്ച് വആഖിറു ദഅവാന അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. ബഹുമാന്യരായ സാദാത്തുക്കൾ, പണ്ഡിതർ, എൻ്റെ കരളിൻ്റെ കഷ്ടങ്ങളായ ആത്മ സുഹൃത്തുക്കളായ എൻ്റെ പ്രിയപ്പെട്ട വിദ്യാർത്ഥികൾ, സഹോദരങ്ങൾ, സ്നേഹിതന്മാർ, മനുഷ്യൻ്റെ ജീവിതം ഒരു സെക്കൻഡ് നഷ്ടപ്പെട്ടു പോയാൽ പരിഹരിക്കാൻ കഴിയാത്തതാണ്. അതുകൊണ്ടാണ് പരിശുദ്ധ ഖുർആൻ വൽ അസ്ർ ഇന്നൽ ഇൻസാന ലഫീ ഖുസ്ർ എന്ന ആയത്തിലൂടെ സമയത്തിൻ്റെ വലിപ്പം കാണിച്ചു തന്നത്. സമയം, സെക്കൻഡ്, മിനിറ്റ്, ദിവസം, ആഴ്ചകൾ, ഈ സമയം നഷ്ടപ്പെട്ടു പോയാൽ അത് പരിഹരിക്കാൻ കഴിയില്ല. ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിക്കുന്നു, എന്നാൽ നിഅ്മതാനി മഖ്ബൂലുൻ ഫീഹിമാ കസീറുൻ മിനൻ നാസ് അസ്സിഹ്ഹത്തു വൽ ഫറാഖ്. അല്ലാഹു സുബ്ഹാനഹു വ തആല ഒരു മനുഷ്യന് കൊടുത്ത 2 പ്രധാനമായ അനുഗ്രഹം, അതിൽ പലരും നഷ്ടം സംഭവിക്കുന്നു, അതിനെ വേണ്ടത്ര ലാഭിക്കുന്നില്ല, ഉപകരിക്കുന്നില്ല. എന്താണത്? അസ്സിഹത്തു, ഒന്ന് ആരോഗ്യം, വൽ ഫറാഖു, ഒഴിവുള്ള സമയം. ഈ 2 സമയവും ഉള്ളവരാണ് വിദ്യാർത്ഥികൾ. വിദ്യാർത്ഥികൾക്ക് ഒഴിവ് എന്ന് പറഞ്ഞാൽ പഠിക്കാനില്ലെന്നല്ല അതിൻ്റെ അർത്ഥം. അവർക്ക് കുടുംബജീവിതം നോക്കേണ്ട ചുമതല ഇല്ല, വീട്ടിൻ്റെ ഉത്തരവാദിത്വം അവർക്കില്ല, രാഷ്ട്രീയ രംഗത്ത് അവർ കടന്ന് പറ്റിയിട്ടില്ല, അങ്ങനെ ഭരണപരമായ ഉത്തരവാദിത്വമില്ല. യാതൊരു ഉത്തരവാദിത്വവും ഇല്ലാത്ത ജീവിതം, അതാണ് വിദ്യാർത്ഥി ജീവിതം, വിദ്യാർത്ഥികളുടെ കാലം. ആ സമയത്തെ ലാഭിക്കുക, അതാണ് 1 പഠനം, 2 പ്രവർത്തനം. പഠനം നന്നായി പഠിക്കണം, പ്രവർത്തിക്കണം, സമുദായത്തിൻ്റെ നന്മയ്ക്ക് വേണ്ടി പ്രവർത്തിക്കണം. ഇപ്പോൾ പല
സാമുദായിക സംഘടനകളും ന്യൂനപക്ഷത്തിൻ്റെ കുത്തക ചില രാഷ്ട്രീയക്കാർക്ക് മാത്രം കൊടുത്തുകൊണ്ട് ചർച്ച നടത്തുകയാണ്. നിങ്ങൾ കേൾക്കുന്നില്ലേ? ഏതാനും ദിവസങ്ങളായി എവിടെയും ന്യൂനപക്ഷത്തിൻ്റെ ശബ്ദം, ആ ന്യൂനപക്ഷത്തിന് വേണ്ടി, സമുദായത്തിൻ്റെ ആവശ്യത്തിന് വേണ്ടി സാമുദായിക സംഘടനകൾ രാഷ്ട്രീയക്കാരെ ഉപദേശിക്കുകയും രാഷ്ട്രീയക്കാർ ഇങ്ങോട്ട് മറുപടി പറയുകയും ചെയ്യുമ്പോൾ ഞങ്ങൾക്ക് തോന്നുന്നു ഇവിടെ ന്യൂനപക്ഷമെന്ന് പറഞ്ഞാൽ ഏതെങ്കിലും ഒന്നോ രണ്ടോ രാഷ്ട്രീയ പാർട്ടിയിൽ ഒതുങ്ങി നിൽക്കുകയാണ് എന്ന്. ഞാൻ ഉറപ്പിച്ചു പറയുന്നു, ഇവിടെ രാഷ്ട്രീയ പാർട്ടികൾ, ന്യൂനപക്ഷത്തിൻ്റെ പാർട്ടികളുണ്ടായിരിക്കാം, അല്ലാതെ ഒരു രാഷ്ട്രീയ പാർട്ടിയിലുമില്ലാതെ ഇവിടെ ആരുടെയും പ്രത്യേകമായ ഒരു താല്പര്യം മാത്രം വെച്ചുകൊണ്ട് പ്രവർത്തിക്കാതെ രാജ്യത്തിൻ്റെ നന്മയ്ക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന ന്യൂനപക്ഷ വിഭാഗമാണ് ഇവിടെ അധികമുള്ളത് എന്ന് ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നു. അതുകൊണ്ട് ന്യൂനപക്ഷത്തിൻ്റെ കുത്തക ഈ രാഷ്ട്രീയക്കാരുടെ കയ്യിൽ അങ്ങോട്ട് കൊടുക്കേണ്ട ആവശ്യമില്ല, അത് അനുവദിക്കുകയുമില്ല. അതുപോലെ സാമുദായിക സംഘടനകൾ രാഷ്ട്രീയത്തിലേക്ക് കടന്നു വന്നും മതത്തിലേക്ക് കടന്നു വന്നും മതത്തിൻ്റെ ആളുകളെ ഉപദേശിക്കുന്ന ഒരു പ്രവണത നാം ഇവിടെ കണ്ടുവരികയാണ്. അതൊരിക്കലും അനുവദിക്കാൻ നിർവാഹമില്ല. സാമുദായിക സംഘടനകളും എല്ലാ രാഷ്ട്രീയ സംഘടനകളും രാജ്യത്തിൻ്റെ പുരോഗതിക്ക് വേണ്ടി ഒത്തുചേർന്ന് പ്രവർത്തിക്കുക. ഇതിവിടെ ഉണ്ടോ? നാം ഇത് കാണുന്നുണ്ടോ? ഇല്ല. രാജ്യം ഭരിക്കണം, ഭിന്നിച്ച് ഭരിക്കണം, ബഹളത്തിലൂടെ ഭരിക്കണം എന്ന് ചിന്തിക്കുന്നവരല്ലേ എവിടെയും കാണുന്നത്? എവിടെ ഇലക്ഷൻ പ്രഖ്യാപിക്കപ്പെട്ടോ ഉടനെ കേൾക്കാം സ്ഫോടനം, സ്ഫോടനം, സ്ഫോടനം. എവിടുന്നാണ് ഈ സ്ഫോടനം വരുന്നത്? ആളുകളെ ഭീഷണിപ്പെടുത്തി, ഭയപ്പെടുത്തി വോട്ട് വാങ്ങാനുള്ള ഈ നീക്കം രാജ്യത്തു നിന്ന് നിഷ്കാസനം ചെയ്യപ്പെടേണ്ടതാണ്. അല്ലാത്ത കാലത്തോളം രാജ്യത്തൊരു സമാധാനമുണ്ടാവുകയില്ല. രാഷ്ട്രീയ കക്ഷികൾ വ്യത്യസ്ത അഭിപ്രായക്കാരുണ്ടാവാം, ആ അഭിപ്രായം വെച്ചുകൊണ്ട് പ്രവർത്തിച്ചു കൊള്ളുക. പക്ഷേ ഈ രാജ്യത്തുള്ള മുഴുവൻ ജനങ്ങളെയും എല്ലാ രാഷ്ട്രീയ പ്രവർത്തകരും കണ്ണു തുറന്ന് കാണുക തന്നെ വേണം. അത് കാണാതിരുന്നാൽ അബദ്ധമാണ്, സംശയം വേണ്ട. നിങ്ങൾ ആലോചിച്ചു നോക്കൂ. ക്രിയാത്മകമായി എന്തെല്ലാം ഇവിടെ ചെയ്യാനുണ്ട്. ഇപ്പോൾ സൗദി അറേബ്യയിൽ നിന്ന് നൂറുകണക്കിനല്ല ലക്ഷങ്ങൾ തന്നെ ജോലിയില്ലാതെ തിരിച്ചു വരികയാണ്. ഒരുപാട് കാലം വലിയ ശമ്പളം വാങ്ങി പണമുണ്ടാക്കി പിന്നെ ജോലിയില്ലാതെ ആയവർ അല്ല. അവിടെ ചെന്ന് ഒരുപാട് കാലം ജോലിയില്ലാതെ കഷ്ടപ്പെടുകയും നിസ്സാരമായ ശമ്പളത്തിന് വേണ്ടി ജോലി ചെയ്ത് ജീവിക്കുകയും ചെയ്യുന്ന നിരവധി സംഖ്യ കടപ്പെടുത്തി വിദേശത്തേക്ക് പോയ ആളുകളടക്കം ഇന്ന് തിരിച്ചു വരികയാണ്. നിയമവിരുദ്ധമായി പ്രവർത്തിച്ചത് കൊണ്ടാണ് അവർ തിരിച്ചു വരേണ്ടി വരുന്നത്. എന്നാൽ ഈ രാജ്യത്തുള്ള രാഷ്ട്രീയക്കാരും
സാമുദായിക സംഘടനകളും എല്ലാ വിഭാഗം ആളുകളും അത്തരം ആളുകളെ പുനരധിവസിപ്പിക്കാനും അവർക്ക് സൗകര്യമായ കാര്യങ്ങൾ കഴിവിൻ്റെ പരമാവധി ഒന്നായി ചേർന്ന് പ്രവർത്തിക്കാനും ഇവിടെ ചിന്തിക്കുന്നുണ്ടോ? നിങ്ങൾ ചിന്തിക്കുക. വിശിഷ്യ നമ്മുടെ കേരളത്തിൽ ഒരു ഫാക്ടറിയോ കമ്പനിയോ തുടങ്ങാൻ പണക്കാരന് ധൈര്യമില്ല. തുടങ്ങുന്നതിൻ്റെ മുമ്പ് സമരം നടത്തി പൂട്ടിച്ചിട്ടല്ലാതെ അടങ്ങുകയില്ല. അങ്ങനെ ഒരു വിഭാഗം ആളുകൾ. ആവശ്യത്തിന് സമരം വേണ്ട എന്നല്ല ഞാൻ പറഞ്ഞതിൻ്റെ അർത്ഥം. മറിച്ച് നമ്മുടെ അയൽ നാടുകളിൽ എത്രയോ കമ്പനികളും ഫാക്ടറികളും തൊഴിലുകളും നടക്കുമ്പോൾ നമ്മുടെ കേരളത്തിൽ എന്തുകൊണ്ട് അത് നടക്കാൻ അനുവദിച്ചുകൂടാ എന്ന് ചിന്തിക്കേണ്ടിയിരിക്കുന്നു. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അങ്ങനെ നോക്കുമ്പോൾ ഇവിടെ തമൂജുക മൗജിൽ ബഹരി, കടലിൻ്റെ തിരമാലകൾ മറിയുന്നത് പോലെ മറിഞ്ഞു കളിക്കുന്ന ഒരു സമയം. എവിടെയും കലാപം, എവിടെയും ഫിത്ന, എവിടെയും ഊഹാപോഹങ്ങൾ, എവിടെയും ഒച്ചപ്പാടുകൾ, എവിടെയും ബഹളങ്ങൾ. ഈ ഒരവസ്ഥ അറുതി വരുത്താൻ സംസ്കാര സമ്പന്നമായ സമുദായത്തെ ഇവിടെ കെട്ടിപ്പടുക്കണം. അതിന് SSF അൽഹംദുലില്ലാഹ് ഈ കഴിഞ്ഞ 40 കൊല്ലം നേരത്തെ ബഹുമാനപ്പെട്ട സയ്യിദ് അബ്ദുറഹ്മാൻ അലി അൽ ഹാഷിമി തവല്ലല്ലാഹു ഉംറഹു മഹാനവറുകൾ പറഞ്ഞതുപോലെ റിസാലത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് റിസാലത്ത് ലഭിച്ചത് 40-ാമത്തെ വയസ്സിലാണ്. 40 വയസ്സോടുകൂടിയാണ് പ്രവർത്തന ഗോതയിലേക്ക് ഇറങ്ങാനുള്ള സാഹചര്യം വന്നത്. SSFകാരോട് പറയാനുള്ളത്, 40 കൊല്ലം കൊണ്ട് നമ്മുടെ പ്രവർത്തനം പൂർത്തിയായി എന്ന് ധരിക്കാതെ, 40 കൊല്ലമായപ്പോൾ നമുക്ക് പ്രായം പൂർത്തിയായിരിക്കുന്നു, പ്രവർത്തന ഗോതയിലേക്ക് ഇറങ്ങാനുള്ള സമയമായിരിക്കുന്നു എന്നാണ്. അതുകൊണ്ട് ഈ കഴിഞ്ഞ 40 കൊല്ലം പ്രവർത്തിച്ചതിനേക്കാൾ കൂടുതൽ നാം പ്രവർത്തിക്കണം. സമുദായത്തിൻ്റെ നന്മയ്ക്ക് വേണ്ടി, നാടിൻ്റെ നന്മയ്ക്ക് വേണ്ടി, രാജ്യത്തിൻ്റെ രക്ഷയ്ക്ക് വേണ്ടി നാം പ്രവർത്തിച്ചേ പറ്റൂ. ഇൻഷാ അല്ലാഹ് ഞാൻ ഉറപ്പ് പറയുകയാണ്, നമ്മുടെ ഈ കുട്ടികൾ, ഈ വിദ്യാർത്ഥികൾ ഒരിക്കലും ഈ പാതയിൽ നിന്ന് തെറ്റിപ്പോവുകയില്ല. അവരൊരിക്കലും വ്യതിചരിച്ചു പോവുകയില്ല. സംശയം ആർക്കും വേണ്ട. എന്തുകൊണ്ട്? ഈ വിദ്യാർത്ഥി സമൂഹം അൽഹംദുലില്ലാഹ് ബഹുമാനപ്പെട്ട താജുൽ ഉലമ അസ്സയ്യിദ് അബ്ദുറഹ്മാൻ അൽ ബുഖാരി തവല്ലല്ലാഹു ഉംറഹു മഅ സ്സിഹത്തി വൽ ആഫിയ, അല്ലാഹു അവർക്ക് ദീർഘായുസ്സ് നൽകട്ടെ, അല്ലാഹു അവർക്ക് ആരോഗ്യം നൽകട്ടെ. ഈ സദസ്സിലേക്ക് വരാൻ വേണ്ടി അവിടെ നിന്ന് ഉള്ളാളത്ത് നിന്ന് പുറപ്പെട്ട് വീട്ടിലെത്തിയെങ്കിലും തീരെ സുഖമില്ലാത്തത് കൊണ്ട് വന്നിട്ടില്ല. ദുആ ചെയ്യാൻ പ്രത്യേകമായി അറിയിച്ചിട്ടുണ്ട്. അവിടുത്തെ ഓമന മകൻ ഹാമിദ് കോയ തങ്ങൾ ഇവിടെ വന്നു, നമുക്ക് ദുആ ചെയ്തു തരികയും ചെയ്തു. അവരിവിടെയുണ്ട്. ഞാൻ പറയുന്നു, ആ താജുൽ ഉലമയുടെ നേതൃത്വത്തിൽ, ഈ ഇരിക്കുന്ന സാദാത്തുക്കളുടെ നേതൃത്വത്തിൽ, പണ്ഡിതന്മാരുടെ നേതൃത്വത്തിൽ വളരുന്നവരാണ് ഇവിടുത്തെ SSFകാർ. അവരുടെ നേതൃത്വത്തിൽ വളരുന്നവരാണ് ഇവിടുത്തെ വിദ്യാർത്ഥി സമൂഹം. അതുകൊണ്ട് ഈ വിദ്യാർത്ഥികൾ ഒരിക്കലും വഴിപെടുക്കില്ല, ഒരിക്കലും ഇവിടെ ബഹളമുണ്ടാക്കുകയില്ല. ഞങ്ങൾ നേരത്തെ പറഞ്ഞതുപോലെ ഒന്നുകൂടി ഞാൻ ആണയിട്ട് ഉറപ്പിച്ച് തറപ്പിച്ച് പറയുന്നു, ഞങ്ങളുടെ സമരം, വിദ്യാർത്ഥികളുടെ സമരം ഒരിക്കലും വാളും പരിചയും എടുത്തുള്ള സമരമല്ല, ബോംബ് സ്ഫോടനത്തിലൂടെ സമരമല്ല, അക്രമത്തിലൂടെയുള്ള സമരമല്ല. മറിച്ച് പരിശുദ്ധ ഖുർആൻ
നമ്മെ പഠിപ്പിച്ചു. വഅമ്മാ മൻ ഖാഫ മഖാമ റബ്ബിഹി വനഹൻ നഫ്സ അനിൽ ഹവാ ഫഇന്നൽ ജന്നത ഹിയൽ മഅവാ. പരിശുദ്ധ ഖുർആൻ പറയുന്നു, വഅമ്മാ മൻ ഖാഫ മഖാമ റബ്ബിഹി, അവൻ്റെ റബ്ബിൻ്റെ മഹത്വത്തെ ഭയപ്പെടുകയും അള്ളാഹുവിൻ്റെ അളമത്ത് മനസ്സിലാക്കി, അള്ളാഹുവിൻ്റെ മഹത്വം മനസ്സിലാക്കി ഭയപ്പെടുകയും, വനഹൻ നഫ്സ അനിൽ ഹവാ, അവൻ്റെ ദേഹ ഇച്ഛയത്തിൽ നിന്ന് ദേഹത്തെ തടയുകയും ചെയ്തവൻ, ശരീരത്തിൻ്റെ ഇച്ഛയിൽ നിന്ന് ശരീരത്തെ തടഞ്ഞു നിർത്തിയവൻ, ഫഇന്നൽ ജന്നത ഹിയൽ മഅവാ, സ്വർഗം അവന് അഭയമാണ് എന്ന് പരിശുദ്ധ ഖുർആൻ പറഞ്ഞു. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, വിദ്യാർത്ഥികളെ, മാന്യ സുഹൃത്തുക്കളെ, നമ്മുടെ ശരീരം എപ്പോഴും പൈശാചികത്വത്തിലേക്ക് നമ്മെ നയിക്കും, എപ്പോഴും അബദ്ധത്തിലേക്ക് നയിക്കും. ആ സമയത്ത് അതിൽ നിന്ന് വിരമിക്കാൻ, അതിലേക്ക് പോകാതെ നമ്മുടെ ശരീരത്തെ പിടിച്ചു നിർത്താൻ സർവശക്തനായ അള്ളാഹുവിൻ്റെ ഓർമ്മ നമുക്ക് വേണം. അതാണ് വഅമ്മാ മൻ ഖാഫ മഖാമ റബ്ബിഹി, റബ്ബിൻ്റെ മഹത്വം, റബ്ബിൻ്റെ കുദറത്ത് കൂടാതെ ഇവിടെ മഴ വർഷിക്കുകയില്ല, റബ്ബിൻ്റെ കുദറത്ത് കൂടാതെ മഴ നിൽക്കുകയില്ല, റബ്ബിൻ്റെ കുദറത്ത് കൂടാതെ ഒരു കൈവിരൽ അനക്കാൻ സാധ്യമല്ല, അത് താഴോട്ട് മടക്കാൻ സാധ്യമല്ല, റബ്ബിൻ്റെ തൗഫീഖ് കൂടാതെ ഇവിടെ ഒരു കണ്ണു ചിമ്പി തുറക്കാൻ കഴിയില്ല, അക്ഷരം സംസാരിക്കാൻ കഴിയില്ല, ഒന്നും കഴിയില്ല എന്ന് പൂർണ്ണമായി വിശ്വസിച്ച് ആ മഹത്തായ സ്ഥാനം മനസ്സിലാക്കി റബ്ബുൽ ഇസ്സത്തിൻ്റെ മഖാം ഭയപ്പെട്ടുകൊണ്ട് വനഹൻ നഫ്സ അനിൽ ഹവാ, അവൻ്റെ ശരീരത്തെ അവൻ്റെ ഇച്ഛയെ തൊട്ട് തടഞ്ഞു നിർത്തിയവൻ അവനാണ് ഫഇന്നൽ ജന്നത ഹിയൽ മഅവാ, സ്വർഗം. കണ്ടോ നിങ്ങൾ, പരിശുദ്ധ ഇസ്ലാം വരുമ്പോൾ ഇവിടെ കള്ളുകുടിയുണ്ടായിരുന്നു. പരിശുദ്ധ മക്കയിൽ കള്ളു കുടിക്കുന്നവരായിരുന്നു അവിടുത്തെ മുശ്രിക്കുകൾ. കുടിക്കുന്നവരെന്നല്ല, ആ കള്ളില്ലാതെ അവർക്ക് ജീവിക്കാൻ കഴിയില്ല. അങ്ങനെ കള്ളിൽ ഊട്ടപ്പെട്ടു പോയ ആ വിഭാഗത്തെ പരിശുദ്ധ ഇസ്ലാം സംസ്കരിച്ചു. ഇന്നമൽ ഖംറു വൽ മൈസിറു വൽ അൻസാബു വൽ അസ്ലാമു റിജ്സും മിൻ അമലി ശൈത്വാനി ഫജ്തനിബൂഹു എന്ന് പറഞ്ഞുകൊണ്ട് അല്ലാഹുവിൻ്റെ അസന്നിഗ്ധമായ പ്രഖ്യാപനം വന്നപ്പോൾ കള്ളു കുടിക്കരുത്, കള്ളു വിൽക്കരുത്, ഉപയോഗിക്കരുത് എന്ന ശക്തമായ താക്കീത്, അസന്നിഗ്ധമായ പ്രഖ്യാപനം അതിവിടെ വന്നപ്പോൾ നിങ്ങൾ നോക്കൂ, മദീനയിൽ കച്ചവടം ചെയ്തിരുന്ന ആളുകളടക്കം അവരുടെ കള്ളുകൾ വലിച്ചെറിയുകയും പാത്രങ്ങൾ തച്ചുടക്കുകയും ചെയ്ത് പൂർണ്ണമായി വർജിച്ചു. അങ്ങനെ ഇതാ ഇവിടെ വളർത്തിയെടുക്കുന്നു. ഈ ഇരിക്കുന്ന SSF-കാരൻ റോട്ടിലൂടെ പോകുമ്പോൾ ഏതെങ്കിലും ഒരു കള്ളുചെത്തുകാരൻ അവൻ സൈക്കിളിലൂടെ കള്ളു കൊണ്ടുപോകുമ്പോൾ പെട്ടെന്ന് തറഞ്ഞു വീണ് ഇവൻ്റെ ശരീരത്തിൽ ഒരു തുള്ളി കള്ളു വന്നാൽ, മാന്യ സഹോദരങ്ങളെ, നമ്മുടെ സംസ്കാരം നിങ്ങൾ നോക്കൂ. ആ കള്ള് ഒറ്റിയ സ്ഥലം നാം കൊണ്ടുപോയി കഴുകുന്നു. അതിൻ്റെ നിറവും മണവും രുചിയും പോകുന്നതുവരെ സോപ്പിട്ട് വരുതി കഴുകുന്ന ഈ സംസ്കാരത്തിലേക്ക് മനുഷ്യനെ എത്തിച്ചത് ഇസ്ലാം ആണ്. നിങ്ങൾ രക്തം കുടിക്കാറില്ല, കാഷ്ടം ഭക്ഷിക്കാറില്ല, മൂത്രം കുടിക്കാറില്ല. എന്നാൽ അതുപോലെ ഏറ്റവും നീചവും നികൃഷ്ടവുമായ ഒന്നാണ് കള്ള്, മദ്യം. അത് നിങ്ങൾ വായിലൂടെ ഒഴിക്കരുത്. അതുമാത്രമല്ല, മനുഷ്യൻ്റെ എല്ലാ ബഹുമാനവും അവൻ്റെ ഹൃദയത്തെ കൊണ്ടാണ്, അവൻ്റെ കൽബ് കൊണ്ടാണ്. ഒരു വലിയ മനുഷ്യൻ, ഒരിക്കൽ ഇന്ത്യ രാജ്യം ഭരിച്ച പ്രധാനമന്ത്രിയായിരുന്ന വ്യക്തി പോലും
അദ്ദേഹത്തിന് മാനസിക രോഗം വന്നാൽ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അദ്ദേഹത്തിന് പഞ്ചായത്തിൽ മത്സരിക്കാൻ മെമ്പർഷിപ്പ് പോലും കൊടുക്കില്ലല്ലോ. അദ്ദേഹത്തിൻ്റെ ആരോഗ്യം കുറഞ്ഞിട്ടല്ല, ഭംഗി കുറഞ്ഞിട്ടല്ല, പണം കുറഞ്ഞിട്ടല്ല, തറവാട് കുറഞ്ഞിട്ടല്ല, മറിച്ച് ബുദ്ധി കേടുവന്നു പോയി. അപ്പോൾ ബുദ്ധിയാണ് ഏറ്റവും പ്രധാനപ്പെട്ടത്. ആ ബുദ്ധിയെ കേടുവരുത്തുന്ന, അഖ്ലിന് ഭംഗം വരുത്തുന്ന